General principles of management. നമ്മൾ ആദ്യം പഠിച്ചത് പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻ്റ് ആണ്. പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് അതിൻ്റെ ഉപജ്ഞാതാവ് ഫ്രെഡറിക് വിൻസ്ലോ ടൈലർ അല്ലെങ്കിൽ FW ടൈലറാണ് ഫാദർ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ അതിൻ്റെ ഉപജ്ഞാതാവാണ് FW ടൈലർ. ഇതിനകത്ത് നമ്മൾ പഠിച്ചതെന്താണ്, എല്ലാം വർക്കേഴ്സിനെ സംബന്ധിച്ച് വർക്കറുടെ എഫിഷ്യൻസി, കാര്യക്ഷമത എങ്ങനെ കൂട്ടാം എന്നായിരുന്നു അവിടെ പഠിച്ചിരുന്നത്. ഇനി ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. ഇതിനകത്ത് വരുന്നത് ഇത് മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസി എങ്ങനെ കൂട്ടാം, അവരുടെ ജോലി മാക്സിമം കമ്പനിക്ക് ഉപകാരപ്രദമായ രീതിയിൽ എങ്ങനെ അഭിവൃദ്ധിപ്പെടുത്താം, ഇംപ്രൂവ് ചെയ്യാം എന്നാണ് ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ചർച്ച ചെയ്യുന്നത്. ഇതിൽ 14 പ്രിൻസിപ്പിൾസ് ഉണ്ട്. ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് 14 അതിൽ ഒന്ന് ഡിവിഷൻ ഓഫ് വർക്ക്, 2 അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, 3 ഡിസിപ്ലിൻ, 4 യൂണിറ്റി ഓഫ് കമാൻഡ്, 5 യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, 6 സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്, 7 റെമ്യൂണറേഷൻ, 8 സെൻട്രലൈസേഷൻ, 9 സ്കാലർ ചെയിൻ, 10 ഓർഡർ, 11 ഇക്വിറ്റി, 12 സ്റ്റെബിലിറ്റി ഓഫ് ടെനർ, 13 ഇനീഷ്യേറ്റീവ്, 14 എസ്പ്രിറ്റ് ഡി കോർപ്സ്. ഈ 14 പ്രിൻസിപ്പിൾസും കാണാതെ പഠിച്ചിരിക്കണം. ഇതിന് ചിലപ്പോൾ 3-4 പ്രിൻസിപ്പിൾസ് ചോദിക്കും, 3-4 പ്രിൻസിപ്പിളിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ചിലപ്പോൾ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ഈ 14 പ്രിൻസിപ്പിൾ എഴുതാൻ പറയും, അല്ലെങ്കിൽ 1-2 പ്രിൻസിപ്പിൾസ് തന്ന് അതിൻ്റെ ഡീറ്റെയിൽ എഴുതാൻ പറയും. അപ്പോൾ എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. അതെന്തായാലും ശരിക്കും പഠിച്ചിരിക്കണം, ശരിക്കും അറിഞ്ഞിരിക്കണം. അതിലിപ്പോൾ 14 മാനേജ്മെൻറ്റിൻ്റെ 14 ജനറൽ പ്രിൻസിപ്പിൾസ് ആണുള്ളത്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് അതിൽ 14 ഉള്ളത്. 14 ഒന്ന് ഡിവിഷൻ ഓഫ് വർക്ക്, 2 അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, 3 ഡിസിപ്ലിൻ, 4 യൂണിറ്റി ഓഫ് കമാൻഡ്, 5 യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, 6 സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്, 7 റെമ്യൂണറേഷൻ, 8 സെൻട്രലൈസേഷൻ, 9 സ്കാലർ ചെയിൻ, 10 ഓർഡർ, 11 ഇക്വിറ്റി, 12 സ്റ്റെബിലിറ്റി ഓഫ് ടെനർ, 13 ഇനീഷ്യേറ്റീവ്, 14 എസ്പ്രിറ്റ് ഡി കോർപ്സ്. അതിൻ്റെ മലയാളത്തിലുള്ള മലയാള ട്രാൻസ്ലേഷൻ ഗൂഗിൾ ട്രാൻസ്ലേഷനിൽ കൊടുത്താൽ അത് കിട്ടുന്നതാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് അത് വരുന്നില്ല. അപ്പോൾ ഈ 14 പ്രിൻസിപ്പിൾസ് ഇനി ഏതൊക്കെയാണെന്ന് നോക്കാം. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് വാസ് പ്രൈമർലി കൺസേൺ വിത്ത് ഇൻക്രീസിങ് എഫിഷ്യൻസി ഓഫ് ഇൻഡിവിജ്വൽ വർക്കേഴ്സ്. നമ്മൾ ആദ്യം പഠിച്ചു പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് FW ടൈലറുടെ. അത് വർക്കർ കാര്യക്ഷമത എങ്ങനെയാണ്, ഇൻക്രീസിങ് ദ എഫിഷ്യൻസി ഓഫ് ഇൻഡിവിജ്വൽ വർക്കേഴ്സ്, ഓരോ വർക്കേഴ്സിൻ്റെയും കാര്യക്ഷമത അല്ലെങ്കിൽ പ്രവർത്തനക്ഷമത എങ്ങനെ കൂട്ടാമെന്നായിരുന്നു പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് നമ്മൾ പഠിച്ചത്. ഇറ്റ് ഡിഡ് നോട്ട് ഗീവ് അഡ്വക്കേറ്റ് അറ്റൻഷൻ ടു റോൾ ഓഫ് മാനേജേഴ്സ് ആൻഡ് ദെയർ ഫങ്ഷൻ. പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഒരിക്കലും മാനേജർമാരുടെ കഴിവും അവരുടെ ജോലിയും അവരുടെ എഫിഷ്യൻസി എങ്ങനെ കൂട്ടാം എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല. ഈ വ്യത്യാസം പ്രത്യേകം മനസ്സിലാക്കുക. പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് അത് വർക്കേഴ്സിൻ്റെ
പ്രവർത്തനക്ഷമത എങ്ങനെ കൂട്ടാം എന്നാണ് ചർച്ച ചെയ്യുന്നത്. അതൊരിക്കലും മാനേജേഴ്സിൻ്റെ പ്രവർത്തനക്ഷമത എങ്ങനെ കൂട്ടാം എന്നുള്ളതിനെ പറ്റി ഒന്നും പറയുന്നില്ല. ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, അത് മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനക്ഷമത, അവരുടെ കഴിവ് എങ്ങനെ കൂട്ടാം എന്നുള്ളതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഇറ്റ് ഡിഡ് നോട്ട് ഗീവ് അഡ്വക്കേറ്റ് അറ്റൻഷൻ ടു റോൾ ഓഫ് മാനേജേഴ്സ് ആൻഡ് ദെയർ ഫങ്ഷൻസ്. ഇറ്റ് ഡിഡ് നോട്ട് ഗീവ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. ഇറ്റ് ഡിഡ് നോട്ട് ഗീവ് അഡ്വക്കേറ്റ് അറ്റൻഷൻ ടു റോൾ ഓഫ് മാനേജേഴ്സ് ആൻഡ് ദെയർ ഫങ്ഷൻസ്. അത് ഒരിക്കലും മാനേജർമാരുടെ അവരുടെ റോളിനെ കുറിച്ചോ അവരുടെ ചുമതലയെക്കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല. ഹവർ അറൗണ്ട് ദ സെയിം ടൈം, അങ്ങനെയാണെങ്കിലും എന്തായാലും ആ കാലഘട്ടത്തിൽ തന്നെ ഹെൻറി ഫയൽ എന്നൊരാൾ ഡയറക്ടർ ഓഫ് കോൾ മൈനിങ് കമ്പനി ഇൻ ഫ്രാൻസിലുള്ള ഒരു കമ്പനിയുടെ ഡയറക്ടർ, ഒരു കോൾ മൈനിങ് കമ്പനിയുടെ ഡയറക്ടർ ഹെൻറി ഫയലും made a systematic analysis of process of management. അദ്ദേഹം മാനേജ്മെൻറ്റിനെ കുറിച്ച് പഠിച്ചു. He strongly felt that managers should be guided by certain principles. അദ്ദേഹമാണ് മാനേജേഴ്സിന് കുറച്ച് പ്രിൻസിപ്പിൾസ് വേണം, അവരുടെ മാനേജ്മെൻറ്റ് നല്ല രൂപത്തിൽ മാനേജ് ചെയ്യാൻ വേണ്ടി കുറച്ച് ചില തത്വങ്ങൾ അവരുടെ പ്രവർത്തനത്തിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു. ഇത് 14 ആൻഡ് എവോൾവ്ഡ് 14 ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. 14 ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് അദ്ദേഹം സ്ഥാപിച്ചു. വിച്ച് ആർ സ്റ്റിൽ കൺസിഡേർഡ് ഇമ്പോർട്ടൻറ്റ് ഇൻ മാനേജ്മെൻറ്റ്. അത് ഈ കാലഘട്ടത്തിലും ആ തത്വങ്ങൾ പ്രസക്തമാണ്, പ്രായോഗികമാണ്, ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് ജനറൽ മാനേജ്മെൻറ്റിൻ്റെ ഉപജ്ഞാതാവ് ഹെൻറി ഫയലാണ്. ഇനി നമ്മൾ പഠിച്ച പ്രിൻസിപ്പിൾസ് അത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഒന്ന് ഡിവിഷൻ ഓഫ് വർക്ക്, അല്ലെങ്കിൽ ജോലിയുടെ വിഭജനം. എന്തതുകൊണ്ട് ഉദ്ദേശിക്കും, ഒന്നാമത്തെ പ്രിൻസിപ്പിൾ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് നോക്കാം. ദിസ് പ്രിൻസിപ്പിൾ സജസ്റ്റ് ദാറ്റ് വർക്ക് ഷുഡ് ബി അസൈൻ ടു എ പേഴ്സൺ ഫോർ വിച്ച് ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ്. ദിസ് പ്രിൻസിപ്പിൾ ഡിവിഷൻ ഓഫ് വർക്ക് പറയുന്നത് ജോലി ആർക്കാണ് കൊടുക്കേണ്ടത്, ആ ആൾക്ക് ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യാൻ കഴിയുന്ന ആൾക്കേ ജോലി കൊടുക്കാൻ പറ്റുള്ളൂ. പെയിൻറ്റർക്കാണ് പെയിൻറ് നല്ലവണ്ണം ചെയ്യാൻ കഴിയുന്ന ആൾക്കാണ് പെയിൻറ്റർ ജോബ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് അക്കൗണ്ടൻസി അറിയുന്ന, അത് നല്ല രൂപത്തിൽ ചെയ്യുന്ന വ്യക്തിക്ക് അക്കൗണ്ടിൻ്റെ ജോബ് കൊടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഗ്രാഫിക് ഡിസൈൻ അറിയുന്ന വ്യക്തിക്ക് ഗ്രാഫിക് ഡിസൈൻ്റെ ജോബ് ഒരു കമ്പനിയിൽ കൊടുക്കണം. അതാണ് ഡിവിഷൻ ഓഫ് വർക്ക്. എല്ലാ ജോലിയും കൂടിയും എല്ലാവരും ചെയ്യില്ല, അതിന് യോഗ്യരായ ആൾക്കാർക്ക് അവരുടെ ജോലി കൊടുക്കാം ഓരോ കമ്പനിയും. വർക്ക് ഷുഡ് ബി ഡിവൈഡഡ് ഇൻ ടു കോമ്പാക്ട് ജോബ്സ് ടു ബി അസൈൻഡ് ടു. അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ ഒരു ജോലി അത് ചെറിയ ചെറിയ ജോലികളായിട്ട്, ഇപ്പോൾ എന്തിനെങ്കിലും ഒരു കാർ ഉണ്ടാക്കണമെങ്കിൽ കാറിന് വ്യത്യസ്ത ഘട്ടങ്ങൾ, ടയർ ഉണ്ടാക്കണം, അസംബിൾ ചെയ്യണം, പെയിൻറ് ചെയ്യണം, ഡിസൈൻ ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ വ്യത്യസ്ത നിലയിൽ വ്യത്യസ്ത കഴിവുള്ള വ്യക്തികളാണ് ഏൽപ്പിക്കേണ്ടത്. എല്ലാം ഒരു വ്യക്തിയെ ഏൽപ്പിക്കുകയാണ്. ദിസ് ഫെസിലിറ്റേറ്റ്സ് സ്പെഷ്യലൈസേഷൻ ആൻഡ് ഇംപ്രൂവ്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരെയും ഓരോ സെക്ഷനിൽ വിട്ടാൽ ഓരോരുത്തരെയും ഓരോ ജോലി ഏൽപ്പിച്ചെന്ന് അവർക്ക് അതിൽ നല്ല കഴിവും അതുമാതിരി അവരുടെ കഴിവ് പ്രവർത്തനക്ഷമത കൂടുകയും ചെയ്യും. കാരണം ഒരാളൊരു വർക്ക് തന്നെ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് അതിലെന്താണ് നല്ല സ്കില്ല് കൂടും, അയാളുടെ എഫിഷ്യൻസി കൂടും, അയാളുടെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ പ്രവർത്തനക്ഷമതയും കൂടും. ഇതാണ് അപ്പോൾ ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളിലെ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ പറഞ്ഞാൽ ഡിവിഷൻ ഓഫ് വർക്ക്. അതിൻ്റെ അർത്ഥം അറിയുന്ന ആൾക്ക്, ആ ഒരു ജോലി ചെയ്യാൻ പണി അറിയുന്ന ആൾക്കാണ് ആ പണി ഏൽപ്പിച്ച് കൊടുക്കേണ്ടതെന്നാണ്. എന്നാൽ അവരുടെ എഫിഷ്യൻസിയും കാര്യക്ഷമതയും അതേമാതിരി അവരുടെ പ്രവർത്തനത്തിൽ അഭിവൃദ്ധിയും വർക്കിൽ ചെയ്യുന്ന മെത്തേഡിൽ അവർക്ക് അഭിവൃദ്ധി ഉണ്ടാക്കാനും കഴിയും. അടുത്തത് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി പറഞ്ഞാൽ അധികാരം, റെസ്പോൺസിബിലിറ്റി പറഞ്ഞാൽ ഉത്തരവാദിത്വം. അധികാരം, ഉത്തരവാദിത്വം. Responsibility means the work assigned to any person, and the authority means rights that are given to him to manage people and things to ensure performance.
റെസ്പോൺസിബിലിറ്റി എന്നുള്ള ഉത്തരവാദിത്തം, ഒരാളെ ഏൽപ്പിച്ച പണിയാണ് അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി മീൻസ് റൈറ്റ്സ് ദാറ്റ് ആർ ഗിവൺ ടു ഹിം ടു മാനേജ് പീപ്പിൾ ആൻഡ് തിങ്സ് ടു എൻഷുർ പെർഫോമൻസ്. അതോറിറ്റി എന്നുള്ളതാണ് അദ്ദേഹത്തിനുള്ള അവകാശമാണ്, ആ പണി ചെയ്യിപ്പിക്കാൻ അദ്ദേഹത്തിനുള്ള അധികാരമാണത് അതോറിറ്റി. ഇൻ അതർ വേർഡ്സ്, അതോറിറ്റി ഷുഡ് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ് വിത്ത് ദ റെസ്പോൺസിബിലിറ്റി ഫോർ എഫക്റ്റീവ് റിസൾട്ട്. ഒരു വർക്ക് കൊടുക്കുമ്പോൾ അധികാരവും കൊടുക്കണം, ഉത്തരവാദിത്വം കൊടുക്കണം. അധികാരം കൊടുക്കുമ്പോൾ തന്നെ ഈ ഉത്തരവാദിത്വം കൊടുക്കുന്നതോട് കൂടി അധികാരവും കൊടുത്താലാണ് അവർക്ക് ആ വർക്ക് നല്ല രൂപത്തിൽ ചെയ്യാൻ കഴിയുള്ളൂ. അതാണ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. 3, ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ അച്ചടക്കം. ദിസ് പ്രിൻസിപ്പിൾ എംഫസിസ് ദാറ്റ് സബോർഡിനേറ്റ്സ് ഷുഡ് റെസ്പെക്ട് ദെയർ സുപ്പീരിയർ ആൻഡ് ഒബേ ദെയർ ഓർഡേഴ്സ്. ഈ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ 3ാമത്തെ പ്രിൻസിപ്പിളായ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ കീഴ് ജോലിക്കാർ മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാരെ ബോസിനെ അനുസരിക്കണം, അവരുടെ ഓർഡേഴ്സ് സ്വീകരിക്കുന്നതാണ്. ഓൺ ദ അതർ ഹാൻഡ്, superiors' behavior should be such that they make subordinate obedient. അതേപോലെ തന്നെ മാനേജേഴ്സ് എന്ത് ചെയ്യണം, തങ്ങളുടെ കീഴിലുള്ള ആൾക്കാർക്ക് തങ്ങൾ പറയുന്നത് സ്വീകരിക്കുന്ന രൂപത്തിൽ അവർ ഓർഡർ സ്വീകരിക്കുന്ന രൂപത്തിൽ അവർ പെരുമാറണം. ഇഫ് സച്ച് ഡിസിപ്ലിൻ ഈസ് ഒബ്സർവ്, there will be no problem of indiscipline. അങ്ങനെ ഒരു നല്ലൊരു അച്ചടക്കം ആ കമ്പനിയിൽ സ്ഥാപിച്ചാൽ ആ കമ്പനിയിൽ അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്ക് ജോലി വിഭജിച്ച് കൊടുക്കുക. അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തോട് കൂടി തന്നെ അധികാരവും കൊടുത്തിരിക്കണം. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ അച്ചടക്കം ഉണ്ടായിരിക്കണം, ഓരോരുത്തരും ഓർഡർ ബോസിൻ്റെ ഓർഡർ അതിന് കീഴിലുള്ളവർ സ്വീകരിക്കണം. യൂണിറ്റി ഓഫ് കമാൻഡ്. യൂണിറ്റി ഓഫ് കമാൻഡ് എന്നാൽ ഒരു ആളിൽ നിന്നാണ് ഓർഡർ എടുക്കാൻ പോലെ ആജ്ഞ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്യാനുള്ള ഓർഡർ ഒരു വ്യക്തിയിൽ നിന്നാണ് സ്വീകരിക്കാൻ പോകുന്നത്. എ സബോർഡിനേറ്റ് ഷുഡ് വർക്ക് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് വൺ സുപ്പീരിയർ ഓൺലി ഫ്രം whom he gets instruction and to whom he is accountable. അപ്പോൾ ഒരു കീഴുദ്യോഗസ്ഥൻ എപ്പോഴും ഒരു മേലുദ്യോഗസ്ഥൻ്റെ കയ്യിൽ നിന്നാണ് വർക്ക് ഓർഡർ സ്വീകരിക്കാൻ പാടുള്ളൂ. അദ്ദേഹത്തിന് മാത്രമേ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യാനും പാടുള്ളൂ. യൂണിറ്റ് ഓഫ് കമാൻഡ്. എ സബോർഡിനേറ്റ് ഷുഡ് വർക്ക് അണ്ടർ ദ supervision of one superior only from whom he gets instruction and to whom he is accountable. ഇപ്പോൾ ഒരു എംപ്ലോയി ഒരു ബോസിൻ്റെ കയ്യിൽ നിന്നാണ് ഇൻസ്ട്രക്ഷൻ സ്വീകരിക്കാൻ പാടുള്ളൂ. അദ്ദേഹത്തോട് മാത്രമാണ് അദ്ദേഹം പിന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്, വർക്കിനെ പറ്റി റിപ്പോർട്ട് ചെയ്യേണ്ട, അതിന് സംശയം പരാതി പറയേണ്ടതൊക്കെ ഒരു ബോസിനോട് മാത്രമാണ് ചെയ്യുന്നത്. അതാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. ഇറ്റ് അവോയ്ഡ്സ് കൺഫ്യൂഷൻ ഇൻ അതോറിറ്റി ആൻഡ് ഇൻസ്ട്രക്ഷൻ. അതുകൊണ്ടാണ് അത് പിന്നെ സംശയങ്ങളും അതേമാതിരി കൺഫ്യൂഷൻ എല്ലാം മാറ്റും. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. ഈച്ച് ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ്. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ നിർദ്ദേശങ്ങളുടെ ഏകത്വം. അതായത് ഈച്ച് ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ഹാവിംഗ് ദ സെയിം ഒബ്ജക്റ്റീവ് മസ്റ്റ് ഹാവ് വൺ ഹെഡ് ആൻഡ് വൺ പ്ലാൻ ഓഫ് ആക്ഷൻ. ഒരേ രൂപത്തിലുള്ള ജോലികൾക്ക് ഒരേ ഹെഡ് വെച്ചിട്ട് ഒരു തലവനുണ്ടായിരിക്കണം, അതിന് പ്ലാൻ ഓഫ് ആക്ഷൻ ഒരേ പ്ലാനും ഉണ്ടായിരിക്കണം, ഒരേ സ്വഭാവമുള്ള ജോലിക്ക്. അതർവൈസ് ദർ മേ ബി വേസ്റ്റേജ്, ഓവർ എക്സ്പെൻഡിച്ചർ ആൻഡ് യൂസ്ലെസ് റിവാൾറി അമംഗ് ദ മാനേജേഴ്സ്. ഒരേ ട്രെയിനിങ്ങിനാണെങ്കിൽ ഒരു മാനേജർ, പ്രൊഡക്ഷനാണെങ്കിൽ വേറെ മാനേജർ. ഒരേ രൂപത്തിലുള്ള ജോലി ചെയ്യുന്നവർക്ക് ഒരേ ഹെഡ് മാനേജർ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ എന്താണ് അവിടെ വേസ്റ്റേജ് ഓഫ് അതർവൈസ് ദർ മേ ബി വേസ്റ്റ്, കുറേ വേസ്റ്റ് ഉണ്ടാവും, അങ്ങോട്ട് എക്സ്ട്രാ പ്രൊഡക്ഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാവും. അതുമാതിരി സാധനങ്ങൾ കൂടുതൽ ഉപയോഗിക്കേണ്ടി വരും. ഓവർ എക്സ്പെൻഡിച്ചർ ആൻഡ് യൂസ്ലെസ് റിവാൾവ്, അതായത് ഉപകാരപ്രദമല്ലാത്ത എതിർപ്പ് അല്ലെങ്കിൽ വൈരാഗ്യം ഇതെല്ലാം ഉണ്ടാവും. അപ്പോൾ യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സംവിധാനത്തിൽ ഒരാൾ മാത്രമേ ഡയറക്ഷൻ കൊടുക്കാൻ പാടുള്ളൂ. ആ ഒരേ സ്വഭാവമുള്ള ജോലിക്ക് ഒരാൾ മാത്രമേ മാനേജറാകാനും പാടുള്ളൂ. സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. വ്യക്തി താല്പര്യം
മൊത്തത്തിലുള്ള താല്പര്യത്തിന് വേണ്ടി സമർപ്പിക്കുക. സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്, വ്യക്തിയുടെ താല്പര്യത്തേക്കാൾ എന്താണ് ഒന്നിച്ച് കമ്പനിയുടെ സ്ഥാപനത്തിന്റെ താല്പര്യത്തിന് മുൻഗണന കൊടുക്കുക. While taking any decision, the collective good and collective interest of organization as a whole should be preferred to individual interest. ഇപ്പം എന്തെങ്കിലും തീരുമാനം എടുക്കുകയാണെങ്കിൽ കമ്പനിയുടെ സ്ഥാപനത്തിൻ്റെ മൊത്തത്തിലുള്ള നന്മ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, അല്ലാതെ വ്യക്തിയുടെ നന്മയല്ല. ഇൻഡിവിജ്വൽസ് ഇൻട്രസ്റ്റ് ഷുഡ് ബി സബോർഡിനേറ്റഡ് ടു ദ ഓവറോൾ ഇൻട്രസ്റ്റ് ഓഫ് ഓർഗനൈസേഷൻ. വ്യക്തിയുടെ ഇൻട്രസ്റ്റിനേക്കാൾ മുൻഗണന കൊടുക്കേണ്ടത് പിന്നെ കമ്പനിയുടെ ഇൻട്രസ്റ്റിനാണ്. ഓക്കെ, ഇനി ഏഴാമത്തെ മാനേജ്മെന്റ് പ്രിൻസിപ്പിളാണ് റെമ്യൂണറേഷൻ. മാനേജ്മെന്റ് ഷുഡ് ട്രൈ ടു ഗീവ് ഫെയർ വേജസ് ടു എംപ്ലോയീസ് സോ ആസ് ടു എൻഷുർ റീസണബിൾ സാറ്റിസ്ഫാക്ഷൻ ഓഫ് വർക്കേഴ്സ് ആൻഡ് പ്രൊഡക്ടിവിറ്റി ഫോർ ഓർഗനൈസേഷൻ. മാനേജ്മെൻറ്റ് ജോലിക്കാർക്ക് മതിയായ ശമ്പളം കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മതിയായ ശമ്പളം കൊടുത്താൽ മാത്രമാണ് തൊഴിലാളികൾ സംതൃപ്തരാവുകയുള്ളൂ, അതുപോലെ തന്നെ അവർ നല്ല ജോലി ചെയ്യുകയുള്ളൂ, സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം നേടാനും കഴിയുകയുള്ളൂ. റെമ്യൂണറേഷൻ. അത് സെൻട്രലൈസേഷൻ. ഒരാൾ ഒരു കമ്പനിയിൽ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുമ്പം അതിനെന്താണ് പറയാം? സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. When a single person controls the affairs of an organization, it is said to be complete centralization. In small concern, a single manager can supervise work of the subordinate easily. When big organization, control is divided among number of persons to facilitate operational decision making at various levels. ചെറിയ സ്ഥാപനങ്ങൾക്ക് ഒരാൾക്ക് എല്ലാം മാനേജ് ചെയ്യാൻ കഴിയും. പക്ഷെ സ്ഥാപനം വലുതാവുന്നതനുസരിച്ച് മാനേജർമാരെ കൂട്ടേണ്ടി വരും. അതേമാതിരി ഓരോ യൂണിറ്റിനും ഓരോ മാനേജറെ വെച്ച് അവർക്ക് അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കേണ്ടി വരും. അവർ കൺട്രോളെല്ലാം അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കണം എന്നാണ് സെൻട്രലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 9, സ്കാലർ ചെയിൻ. ദിസ് ഈസ് ദ ചെയിൻ ഓഫ് അതോറിറ്റി റിലേഷൻഷിപ്പ് ഫ്രം ദ ഹൈയസ്റ്റ് ടു ലോവസ്റ്റ് റാങ്ക്. ഇത് പറയുന്നത് സ്കാലർ ചെയിൻ എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴോട്ട് എപ്പോഴും ഓർഡർ കൊടുക്കേണ്ടത്. മുകളിൽ നിന്ന് താഴോട്ട്, അതായത് ബോസ് പിന്നെ മാനേജറിന് താഴെ വർക്കർക്കാണ്, അതിനടിയിൽ പിന്നെ സൂപ്പർവൈസറൊക്കെ ഉണ്ടാകും. അങ്ങനെ ആ രൂപത്തിൽ മുകളിൽ നിന്ന് താഴെ വർക്ക്, പിന്നെ മാനേജർ, സൂപ്പർവൈസർ, ഫോർമാന്, പിന്നെ വർക്കർ, ആ രൂപത്തിലാണ് ഇത് ഓർഡർ അല്ലെങ്കിൽ ചെയ്യാനുള്ള ഡയറക്ഷന് പോകേണ്ടത്. This implies that subordinates reports to their immediate supervisors who in turn report directly to their own boss. ഇപ്പോൾ വർക്കർ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഫോർമാൻ അല്ലെങ്കിൽ സൂപ്പർവൈസർ. സൂപ്പർവൈസർ അല്ലെങ്കിൽ ഫോർമാൻ റിപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ അവരുടെ മാനേജർക്ക്, മാനേജർ റിപ്പോർട്ട് ചെയ്യുന്നത് ജനറൽ മാനേജർക്ക്. ആ രൂപത്തിൽ ജനറൽ മാനേജർ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രസിഡന്റിന്. ആ രൂപത്തിലായിരിക്കണം ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനും. The order of this chain should be maintained when some instructions are to be passed on enquiries are to be made. ഈ ഒരു കമാൻഡിങ് ചെയിൻ ഓഫ് കമാൻഡ് എല്ലാ രംഗത്തും നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോഴും അന്വേഷിക്കുമ്പോഴെല്ലാം നിലനിർത്തിയിരിക്കണം. ചെയിൻ ഓഫ് സ്കാലർ ചെയിൻ. ഓർഡർ. പ്ലേസ്മെന്റ് ഓഫ് മെൻ ആൻഡ് മെറ്റീരിയൽസ് ഷുഡ് ബി പ്രോപ്പർലി മെയ്ഡ്. അതായത് മെഷീനറിയും മനുഷ്യനൊക്കെ ജീവനക്കാരൊക്കെ നല്ല രൂപത്തിൽ കമ്പനിയിൽ നല്ല ഓർഡറിൽ വെച്ചിരിക്കണം. പ്രോപ്പർ സ്പേസ് ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ വേർ മെറ്റീരിയൽസ് ക്യാൻ ബി കെപ്റ്റ് സേഫ്ലി. അതേമാതിരി മെഷീനറിക്കൊരു പ്ലേസ് വേണം, മെറ്റീരിയൽസ് കീപ്പ് ചെയ്യാൻ പ്ലേസ് വേണം, എംപ്ലോയീസിന് സ്പേസ് വേണം. ഈച്ച് മാൻ ഷുഡ് പ്രൊവൈഡ് ദ വർക്ക് ഫോർ വിച്ച് ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ്. എല്ലാ എംപ്ലോയീസും, എല്ലാ ജോലിക്കാർക്കും അവർക്ക് ഫിറ്റായ, അവർക്ക് കഴിയുന്ന, അവർക്ക് മാക്സിമം എളുപ്പത്തിൽ നല്ല കഴിവുള്ള ജോലി, അവർക്ക് ഫിറ്റായ ജോലി കൊടുത്തിരിക്കണം. 11ാമത്തെ പ്രിൻസിപ്പിൾ എന്നാൽ ഇക്വിറ്റി, സമത്വം. ദിസ് പ്രിൻസിപ്പിൾ റിക്വയർസ് മാനേജേഴ്സ് ടു ബി കൈൻഡ് ആൻഡ് ജസ്റ്റ് ടു വർക്കേഴ്സ്. ഈ തത്വം പറയുന്നത് മാനേജർമാർ എംപ്ലോയീസിനോട്, വർക്കേഴ്സിനോട് മര്യാദയിലും നല്ല സ്വഭാവത്തിലും നിലനിൽക്കണം എന്നാണ്.
This promotes friendly atmosphere between superiors and subordinate and motivates them. അങ്ങനെ എന്താണ് ഇവർ തമ്മിലൊരു ഫ്രണ്ട്ലി പിന്നെ ഒരു സൗഹൃദ അന്തരീക്ഷം ഉണ്ടാവും. അത് എംപ്ലോയീസിനെ വർക്കേഴ്സിനെ മോട്ടിവേറ്റ് പ്രോത്സാഹിപ്പിക്കും. അങ്ങനെ ഇക്വിറ്റി. ഇനി സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ അതായത് ജോലിയുടെ സ്ഥിരത. Employees should be provided stability and continuity of their tenure of employment. ഒരു ജോലിക്കാരന് അദ്ദേഹത്തിൻ്റെ ജോലിയിൽ തുടർച്ചയും സ്ഥിരതയും നൽകിയിരിക്കണം. ഇടയ്ക്ക് ഒരു ജോലി കട്ട് ചെയ്യുക അല്ലെങ്കിൽ പിരിച്ചുവിടാൻ രൂപത്തിൽ ആവരുത്. ജോലിയുടെ സ്ഥിരത വേണം. There should not be frequent termination of employees. എംപ്ലോയീസിനെ ഇടയ്ക്കിടയ്ക്ക് പിരിച്ചുവിടാൻ പാടില്ല. This could be achieved through attractive remuneration ആൻഡ് ഹോണറബിൾ ട്രീറ്റ്മെൻറ്റ് ഓഫ് പേഴ്സൺ. നല്ല സാലറി കൊടുത്താലാണ് എംപ്ലോയീസ് അവിടെ നിൽക്കുകയുള്ളൂ. അതേമാതിരി നല്ല രൂപത്തിൽ അവരെ അവരോട് പെരുമാറിയാലാണ് എംപ്ലോയീസ് അവിടെ നിൽക്കുക. എംപ്ലോയീസിന് ഇടയ്ക്കിടയ്ക്ക് പോകുന്ന അല്ലെങ്കിൽ പിരിച്ചുവിടുന്ന സ്വഭാവം ഇല്ലാതായിരിക്കണം. അതാണ് സ്റ്റെബിലിറ്റി ഓഫ് ടെനർ. ഇനീഷ്യേറ്റീവ് 13 ഇനീഷ്യേറ്റീവ്. ദിസ് ഇംപ്ലൈസ് എൻകറേജിങ് ഇനീഷ്യേറ്റീവ് among its personnel, charting out the execution of plan to achieve the desired result. This implies encouraging initiative among its person. അത് പിന്നെ പ്രോത്സാഹിപ്പിക്കുക. ഓരോ തുടക്കം നല്ല കാര്യങ്ങൾ തുടങ്ങാൻ എംപ്ലോയീസിനെ പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ എന്താണ് അവരുടെയും കൂടി അഭിപ്രായം കേട്ട് അവരെ പിന്നെ വൈദഗ്ധ്യം കൂടി എടുത്തിട്ട് അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ കമ്പനിക്ക് ചില പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാൻ കഴിയും. ഇനി എസ്പിരിറ്റ് ഡി കോർപ്സ്. This French word means team spirit. നമ്മൾ എംപ്ലോയീസ് എല്ലാവരും വർക്കേഴ്സ് എല്ലാം കമ്പനിയിലെ എല്ലാവരും നമ്മൾ ടീം സ്പിരിറ്റ് ഉണ്ടായിരിക്കണം. മാനേജേഴ്സ് ഷുഡ് ഇൻഫ്യൂസ് ദ സ്പിരിറ്റ് ഓഫ് ടീം വർക്ക് ആൻഡ് കോപ്പറേഷൻ അമംഗ് ദ എംപ്ലോയീസ്. എംപ്ലോയീസിനിടയിൽ ടീം വർക്കിൻ്റെയും സഹകരണത്തിൻ്റെ ഒരു അന്തരീക്ഷം മാനേജ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് ഇവിടെ പറഞ്ഞു. അത് 14 ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഡിസിപ്ലിൻ, യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്, റെമ്യൂണറേഷൻ, സെൻട്രലൈസേഷൻ, സ്കാലർ ചെയിൻ, ഓർഡർ, ഇക്വിറ്റി, സ്റ്റെബിലിറ്റി ഓഫ് ടെനർ, ഇനീഷ്യേറ്റീവ്, എസ്പിരിറ്റ്, ഡി കോർപ്സ്. ഈ കാര്യങ്ങൾ 14 പ്രിൻസിപ്പിൾസും പഠിച്ചിരിക്കണം. അത് ഓർമ്മ വേണം. പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ അത് എഴുതാൻ കഴിയും വേണം. ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മലയാളത്തിലോ എഴുതാം. ഇംഗ്ലീഷ് വേർഡ് എഴുതാം, അല്ലെങ്കിൽ അതിൻ്റെ മലയാളം വേർഡ് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഗൂഗിൾ ട്രാൻസ്ലേഷൻ നോക്കിയാൽ മലയാളം വേർഡ് വരുന്നതാണ്. ഓക്കെ, ഇതാണ് ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. ആദ്യം നമ്മൾ പഠിച്ചത് പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്.